അണ്ണ, എന്റെ അണ്ണ, എന്റെ പൊന്നണ്ണ. അയ്യോ, എന്റെ അണ്ണനെ എങ്ങനെ കാണേണ്ടി വന്നല്ലോ അണ്ണ, എന്റെ പൊന്നണ്ണ. ഈശ്വര, ഞാനും കൊച്ചുമാരപ്പിള്ള അമ്മാവനും കൂടി എന്തൊക്കെ പറഞ്ഞു, തടഞ്ഞു. എന്നിട്ടും കേൾക്കാതെ ഇറങ്ങി പോകുന്നത് ഇതിനായിരുന്നു അണ്ണ. എങ്ങനെ ഞാനിത് സഹിക്കും? അയ്യോ അണ്ണ. മാർത്തണ്ട, എന്റെ അണ്ണനോട് ഒരല്പം ദയ കാണിക്കായിരുന്നു നിനക്ക്. കൊല്ലാതെ ബന്ധിച്ച് കൽത്തുറങ്കിൽ അടിച്ചുകൂടായിരുന്നു നിനക്ക്. ഞങ്ങളുടെ അച്ഛനും അമ്മയും നിനക്ക് തന്ന വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മ ഒരു തരുമ്പെങ്കിലും നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യില്ലായിരുന്നു. കൊല്ലടാ, നീ എന്നെ കൊല്ലേ. എന്നെ മാത്രം എന്തിനു ബാക്കി വെക്കുന്നു? കൊല്ലേ, ആ വാലെടുത്ത് തന്നെ കുത്തിക്കൊല്ലേ. കൊല്ലടാ, ജീവനോടെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. നീ എന്നെ കൊല്ലണം. എന്നെ കൊല്ലേ, കൊന്നിട്ട് പോയാ മതി. കുഞ്ചു, ഈ മരണം അവൻ ചോദിച്ചു വാങ്ങിയതാണ്. നിങ്ങളെ വധിക്കാൻ നാം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ വളരെ മുമ്പേ എന്നെ കൊണ്ടത് സാധിക്കുമായിരുന്നു. എനിക്ക് മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാ. പപ്പുവിന്റെ ദേഹം എടുക്കാൻ കൽപ്പന കൊടുക്കാം. നീ അതുമായി പോയിട്ട് മറ്റു കർമ്മങ്ങൾ നടത്ത്. നാം കണ്ടുകെട്ടിയ എല്ലാ സ്വത്തുക്കളും നിനക്ക് വിട്ടുതരും. പോ, മടങ്ങിപ്പോ. എന്റെ അണ്ണനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ആ ശവത്തിൽ ചവിട്ടി നിന്ന് നിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി സുഖിച്ച് ജീവിക്കാനോ? അതിന് നീ വേറെ ആളെ നോക്കൂ. രാമൻ തമ്പി അതിന് കിട്ടില്ല. മാർത്താണ്ട, ഒന്നുകിൽ നീ എന്നെ കൊല്ല്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. നിന്നെ ഇനി നീ ജീവനോടിരിക്കില്ല. കുഞ്ചുത്തമ്പി, വേണാട്ടിൽ നിന്നുള്ള സന്ദേശവും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തായി, നമുക്ക് പുറപ്പെടാറായോ? അതേ മുതലാരെ, നമുക്ക് പുറപ്പെടാം. അതറിയിക്കാനാണ് ഞാൻ വന്നത്. മാർത്താണ്ഡ എത്തിയിട്ടുണ്ട്. ചിലപ്പോ കുറച്ചു ദിവസം ഇവിടെ തന്നെ ഉണ്ടാകാനിടയുണ്ട്. എന്നാലും നമ്മൾ കാത്തു നിൽക്കുന്നില്ല. വേണാട്ടിലേക്കുള്ള സൈന്യം സജ്ജമായി നിൽക്കുന്നില്ലേ? അതെ അതെ, കുതിരപ്പടയല്ലേ. ജീന് വെക്കുക, കയറുക, പുറപ്പെടുക, അത്രേ ഉള്ളൂ.
എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോ തന്നെ പുറപ്പെട്ടോളൂ. ഇന്ന് വാവ് കഴിഞ്ഞ 5 പഞ്ചമി. നിലാവസ്തമിക്കുന്ന മുറയ്ക്ക് അതിർത്തി പിന്നിട്ട് അകത്ത് കിടക്കണം. അവിടെ ചെറിയ കുറ്റിക്കാടിന്റെ ഓരം പറ്റി കാത്തു നിൽക്കണം. 7:30 വെളുപ്പിന് മുമ്പ് കൊട്ടാരം വളഞ്ഞിരിക്കണം. മാർത്താണ്ഡൻ 7:30 വെളുപ്പിന് എണീക്കുന്നത് പതിവാണ്. അതിനു മുൻപ് കൊട്ടാരം നമ്മൾ വളഞ്ഞിരിക്കണം. കുതിരപ്പട മാത്രമായതുകൊണ്ട് വിചാരിക്കുന്ന സമയത്ത്, ചിലപ്പോൾ അതിനു മുമ്പ് ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും. പിന്നെ നിങ്ങളുടെ വാൾക്കാർ ഞങ്ങൾക്കൊപ്പം ചേരുന്നത് എവിടെ വെച്ചാണ്? നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ മറുവശത്ത് നിന്ന് നമ്മുടെ ആൾക്കാർ ഒപ്പം ചേരും. കൽക്കുളത്ത് വെച്ച് തന്നെ ആയിരിക്കും നമ്മളൊപ്പം ചേരുന്നത്. ചെറുത്തുനിൽപ്പുണ്ടാകുന്നില്ലെങ്കിൽ നേരം പുലരുന്നതോടെ നമ്മൾ അകത്ത് കടന്ന് മാർത്താണ്ഡനെ ബന്ധിക്കുകയോ വധിക്കുകയോ ചെയ്യും. കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചു കിടക്കാൻ വഴികളോ തുരങ്കങ്ങളോ ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇല്ല, അതിന് സാധിക്കുന്ന ഇടങ്ങളില്ല, സൗകര്യങ്ങളുമില്ല. മുതലാർക്കറിയില്ല. ആ കൊട്ടാരം കൈവെള്ളയിലെ രേഖ പോലെ ഞങ്ങൾക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് അതിനുള്ളിൽ ഒരിക്കലും മാർത്താണ്ഡൻ ഒളിച്ചു കിടക്കില്ല. അത് നന്നായി. പിന്നെ സൈനിക വിന്യാസം എങ്ങനെ വേണമെന്നാണ് തമ്പി പറഞ്ഞയച്ചിരിക്കുന്നത്? മുൻനിരയിൽ നിങ്ങളുടെ കുതിരപ്പട്ടാളം, അതിന്റെ 2 പാർശ്വങ്ങളുമായി ഞങ്ങളുടെ മാടമ്പി സൈന്യം, പിന്നെ എല്ലാ സൈനികരെയും വഹിച്ചുകൊണ്ട് ഏറ്റവും മുന്നിൽ എന്റെ അണ്ണൻ. അതങ്ങനെ തന്നെ വേണമല്ലോ. നായകൻ തന്നെ നയിക്കണം. മധുരപ്പടയായാലും നിങ്ങളുടെ നാട്ടുപടയായാലും തമ്പിയെ മുൻനിർത്തിയേ നയിക്കുന്നുള്ളൂ. അതങ്ങനെ പാടുള്ളൂ. പിന്നെ അല്ല, പറഞ്ഞില്ലെങ്കിലും ചെയ്യുമെന്നറിയാം. എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പണത്തിന്റെ കാര്യമാണ്. അത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല മുതലയാരെ. അണ്ണൻ എന്താണോ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളത് ആ പണം ഒന്നുപോലും കുറയാതെ നിങ്ങൾക്ക് തന്നിരിക്കും. എവിടെ കിട്ടണം എന്നു മാത്രം പറഞ്ഞാൽ മതി. വേണാട്ടിലേക്ക് പടയും കൊണ്ടിറങ്ങുമ്പോ സാധാരണ ഞങ്ങൾ ആരുവാമൊഴിക്ക് അപ്പുറത്ത് വെച്ച് എല്ലാം കൈമാറ്റം ചെയ്തിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ വേണമെന്ന് തന്നെയാണ് നമ്മുടെ ഇംഗിതം. അതങ്ങനെ തന്നെ നടക്കും. പണം കിട്ടിയിട്ട് മാത്രം മുതലയാർ ആരുവാമൊഴി കടന്നാൽ മതി. ആരുവാമൊഴിക്ക് പുറത്ത് പണവുമായി നമ്മുടെ ആൾക്കാരുണ്ടാവും. ഓ, മതിയേ മതി. എന്നാൽ കുഞ്ചുതമ്പി പുറപ്പെട്ടാട്ടെ.